विक्रम हरामजादे, तेरी तो खाल निकाल के रख दूंगा मैं आज। देख, बोलना, नाक काट के रख दिया तूने। हाँ? क्या समझते हैं आपने आपको? मैं तो तेरी खाल छीन के रख दूंगा। देखना अंगार को, देखना क्या समझता है। विक्रम, ये क्या हो रहा है विक्रम? क्या हो रहा है? इस साले कुत्ते ने अपने सारे प्लान बर्बाद कर दिए। इस सुअर के बच्चे को आज इस अंगार में भून के अब छोड़ दो विक्रम। जेके प्लीज डोंट। छोड़ना यार। जेके मेरी बात सुन। इस साले ने क्या गर्दी उसी का है? फिर गर्दी तेरा है विक्रम, सिर्फ तेरा। ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് യന്ത്രത്തോക്ക് സംസ്കാരം ഇറക്കുമതി ചെയ്യാനെത്തിയ വീരശൂര പരാക്രമിയായ വിക്രം ഖോർപ്പടെ ശത്രുവിനെ നിഗ്രഹിച്ചു വരാൻ നിയോഗിച്ചയച്ചത് ഇവരെ പോലുള്ള പീറകളായതുകൊണ്ട്. तूने फेस दिया ना, जैसे खैर लोगों को, इसलिए देखा गाली तो सिर्फ अपन को मिलता है ना, क्या और सुनना चाहता है तू? सब लोग निकल जाओ यहां से। और फिर ഫോറൻസിക് സെന്ററിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ആളാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ഭാഗ്യം. ये सही कहता है भाई साहब, इस खेल में कभी कभी हार भी होता है ना। आप उनको बताओ कि आप उन क्या काम करेंगे आप. Forget the episodes. और सुनो, ഇവിടുത്തെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് നിന്റെ മസിൽ പവർ മതി, മണ്ട വേണ്ട. आज से सभी प्लानिंग हम खुद करता हूं, ठीक है? ठीक है बाबा, ताकत मेरी और दिमाग तुम्हारा, बिल्कुल चलेगा. अबे ओए, कौन है वहां पे? साहब, मिनिस्टर आया है. नमस्कार. नमस्कार जी. जॉन वर्गीस. हाँ. एक बार मिला था ना आपसे बंबई में? മിലാ അത് പണ്ട് വേറെ ഏതാണ്ടൊരു ഏർപ്പാടിനാണ്. അയ്യോ, എന്തൊരു ഓർമ്മശക്തി എന്റെ പൊന്നച്ചോ, നമിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഈ താവളം വരെ ഒന്ന് എത്തിപ്പെടാൻ പെട്ട പാട് അല്ല. വെടിയും വേളമൊക്കെ കഴിഞ്ഞതിന്റെയാ. വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വഴിനീള ചെക്കി എന്റെ തല പുറത്ത് കാണിക്കാൻ പറ്റിയാല. പിന്നെ ഇയാളെല്ലാം മാനേജ് ചെയ്തു. ടെൻഡർ മുതൽ ഇങ്ങോട്ട് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. പ്രമോദ് ദാസ് ഗുപ്ത ആൻഡ് സൺസ്, കൽക്കട്ട. ഇവരുടെ കയ്യിൽ നിന്ന് ഇയാള് റൂറൽ ഇറിഗേഷനുള്ള വേൾഡ് ബാങ്ക് സ്കീമിൽ പെടുത്തി പൊട്ടിയതും പറഞ്ഞതും എല്ലാം കൂടി ഒരു 250 crores പൈപ്പ് വാങ്ങിച്ചു. വാരി കോരി കൊടുക്കാൻ നാട്ടിൽ കണ്ടപാനം വെള്ളമുണ്ടായിട്ടൊന്നുമല്ല. പൊട്ടിയതായാലും പറഞ്ഞതായാലും പൈപ്പല്ലേ പൊന്നെ. വെറുതെ മണ്ണിന്റെ അടി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെണ്ണി നോക്കാനാ? അല്ലേ വിക്രംജി? അറ്റ് 20% കമ്മീഷൻ, അതായത് 50 കോടി. ഡീൽ സൈൻ ചെയ്ത അന്ന് തന്നെ കൽക്കട്ടയിലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് അവർ ഇയാൾക്ക് 15 കോടി കൊടുത്തു. 15 crores. അത് ഇയാൾ ഒറ്റയ്ക്കങ്ങ് വിഴുങ്ങി. അയ്യോ, ആ 15-ല്ലയോ നമ്മുടെ ഇട്ടിച്ചന്റെ പേരില് കുളത്തൂപ്പുഴയില് ഇല്ല 2000 ഏക്കർ. പിന്നെ ബാക്കി ഇത്തവണ ലോക മലയാള സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോ ഒരു കൊച്ചു മീൻപിടുത്ത കപ്പലിന് അഡ്വാൻസ് കൊടുക്കാൻ പാകത്തില് ഡോളറാക്കി തരാമെന്ന് ഏറ്റതാ ആ ഒടുക്കം ഞാൻ അമേരിക്കയിൽ ചെന്നപ്പം മൂക്കറ്റം കടത്തിലായി പോയി പൊന്നച്ചോ. മതി. ഡൽഹിയിൽ നിന്ന് 1-2 തവണ ഞാൻ ഈ ഗുപ്തയെ നേരിട്ട് വിളിച്ചു നോക്കി. ബട്ട് ഓഫ് നോ യൂസ്. ബംഗാളിൽ നിന്നുള്ള 2 MP-മാര് ഇവന്റെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന് ചുമ്മാ ശമ്പളവും പക്സും വാങ്ങുന്നവരാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് അവൻ വകവച്ചില്ല. വാലി ഹിൽസിലെ വെപ്പാട്ടിയുടെ കൂടെ പുറക്കാൻ ഈ ഗുപ്ത മാസത്തിൽ 2 തവണ ബോംബെക്ക് പറക്കും. ദാറ്റ് ഈസ് റൂട്ടീൻ. അവിടുന്ന് അവനെ പോകണം. പിഴിയണം. അവൻ തൂറിക്കൊണ്ട് ബാക്കി പണം തരും. വോട്ട് കാണിക്കണം. ठीक है भाई साहब, खींच के निकालूंगा 35 करोड़ उस गुप्ता साले से. आप उनको 10 करोड़, तेरे को भी 10 करोड़ और जेके को बाकी 15 करोड़. അയ്യോ 25 എനിക്ക് मैं बाकी तुम आप. പരമ മാറി. ആപ്പ് കോപ്പ്. യെസ് ഓർ നോ, അല്ലെങ്കിൽ നമുക്കിതിവിടെ ഈ നിമിഷം പൊതിഞ്ഞു കേട്ടാ. അയ്യോ വേണ്ട. യെസ്, 100 വട്ടം യെസ്. സമ്മതിച്ചിരിക്കുന്നു പൊന്നച്ചോ. പിന്നെ താനിപ്പോ സംസ്ഥാന മുഖ്യന്റെ സബ്സേ ബഡാ ചംചയല്ലേ?
താഴേന്ന് നക്കി നക്കി അങ്ങ് മേലോട്ട് ചെല്ലുമ്പം നടുവിൽ വെച്ച് നിർത്തിക്കളയും. അയാളുടെ ചെവി കൂടെ ഒന്ന് ഞറങ്ങിക്കോണം. എന്നിട്ട് ആ കളക്ടർ കഴിവേരുടെ തൊലിയൊന്ന് ഉരിച്ചെടുക്കണം. കേട്ടല്ലോ? പ്ലാൻ ദാറ്റ്. ഓ ഓ മിസ്റ്റർ ജോസഫ് അലക്സ്, നിങ്ങൾ ഈ ഫയൽ കണ്ടോ? ജില്ലയിൽ ചാർജ് എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങളെക്കുറിച്ച് സർക്കാരിന് ലഭിച്ച പരാതികളാ ഇത് നിറച്ചു. ഒന്ന് ഓടിച്ചു നോക്കിയാൽ അറിയാം. യു ആർ ടു മച്ച്, ടു മച്ച്. ഇയാളോട് ഇങ്ങനെ മൈൽഡായിട്ട് കാര്യമൊന്നുമില്ല സി എം. ദാ ഫോറൻസിക് സെന്ററിലെ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിർദ്ദേശിച്ചനുസരിച്ച് മന്ത്രി ജോൺ വർഗീസും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടായത്. അതായത് വായിച്ച് മെനക്കെടണമെന്നില്ല സർ. ക്രമസമാധാന പ്രശ്നങ്ങളിൽ വഴിവിട്ട തിടുക്കം, ഡേ ടു ഡേ ഇഷ്യൂസിൽ പോലീസിന്റെയും മറ്റുദ്യോഗസ്ഥ പ്രമാണിമാരുടെയും മുറയിൽ വറ്റിച്ചു കളയുന്ന തരത്തിലുള്ള മേൽക്കോയ്മ ശ്രമം. ഓൾ ടുഗദർ ആൻ ഇഗ്നോമിനിയസ്, ഇംപെർട്ടിനന്റ്, ഇംപ്രൂഡന്റ് ആൻഡ് ഇഗ്നോക്ലാസ്റ്റിക് ഓഫീസർ. നിന്ദിനും തെമ്മാടിയും അവിവേകിയും പിന്നെ മാമൂലികളെ ധിക്കരിക്കുന്നവൻ, ഇദ്ദേഹത്തെ പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുല്ലുവില കൽപ്പിക്കാത്തവൻ. ഇതൊക്കെയല്ലേ സാർ കൺക്ലൂഷൻസ്? അങ്ങനെ നാവിട്ടടിച്ച് കേമനാവാൻ നോക്കണ്ട. കം ടു ദ പോയിന്റ്. ഈ ഡിസ്ട്രിക്റ്റിലെ മുഴുവൻ ജനങ്ങളുടെയും ക്ഷേമവും സമാധാനവും തകരാറിലാക്കിയവൻ അയച്ച് അനക്കെതിരെ. ഓ, എന്തൊരു കാറ്റ്! അല്ല, നല്ല കാറ്റേ. എന്താ പൊട്ടം കളിക്കുക? അയ്യോ അല്ല സർ, സ്വന്തം സമുദായത്തിലെ പട്ടിണി പാവങ്ങളെ പൊട്ടം കളിപ്പിച്ച് ദൈവനാമത്തിൽ അധികാരത്തിലേറുകയും പിന്നെ അഴിമതി വ്യവസായം കൊണ്ട് മൈസൂരിലും മംഗലാപുരത്തും മലപ്പുറത്തും എല്ലാം പഴയ കൊട്ടാരങ്ങൾ വിലക്കെടുത്ത് ഹെറിറ്റേജ് ഹോട്ടലിൽ കെട്ടിപ്പടുക്കുകയും മാത്രം ശീലമുള്ള അങ്ങയ്ക്ക് ഈ കലാപരിപാടികൾക്കെല്ലാം പുറമെ ഇപ്പോ ജനക്ഷേമത്തിനും കൂടെ താല്പര്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ ക്ഷമിക്കണം സാർ, പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായിപ്പോയി. നൗ ഐ എം ഓൾ റൈറ്റ്. വിത്ത് ഗുണം. തന്റെ വലിയ അലക്സാണ്ടർ ആണെന്നുള്ള അഹങ്കാരമാണ് സി എം ഇയാൾക്ക്. ഇല്ല സാർ, അലക്സാണ്ടറുടെ മകനായി പിറന്നു പോയതൊരു മഹാസംഭവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പനാരെന്ന് ചോദിച്ചാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു അലക്സാണ്ടർ ഉണ്ട്. ഒരൊറ്റ അലക്സാണ്ടറേ ഉള്ളു താനും. അല്ലാതെ അപ്പനെ ചോദിച്ചാൽ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് വർക്കിച്ചായന്മാരിൽ ആരെ ചൂണ്ടിക്കാണിക്കുമെന്നുള്ള കൺഫ്യൂഷനൊന്നും എനിക്കുണ്ടാകാറില്ല. നോ, ലെറ്റ്സ് നോട്ട് ഡെൽവ് ഇൻടു ദ ഡീറ്റെയിൽസ്. ഇനി പറഞ്ഞാൽ എന്റെ ഈ നാവ് കൂടെ നാറും. ഒരു അനുരഞ്ജനം എന്ന നിലയ്ക്ക് ഞാൻ അവസാനമായിട്ട് പറയുക, ഡൽഹിയിൽ ഒരു നല്ല പോസ്റ്റ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സസിൽ അഡീഷണൽ ഡയറക്ടർ. തന്റെ ഈ ടേസ്റ്റിന് ചേരും. പ്രോപ്പർ ചാനലിൽ ഞാനൊന്ന് ശുപാർശ ചെയ്താൽ. വേണ്ട സർ, അവനവൻ ആവശ്യമെന്ന് തോന്നുമ്പോൾ മാത്രം അങ്ങ് പുറത്തിറക്കുന്ന ഈ സൂത്രം ഉണ്ടല്ലോ, ഒരുമാതിരി ആവണക്കണ്ണയിൽ കടവറങ്ങിയവന്റെ നയം. അനുരഞ്ജനം, ഐ വുഡന്റ് ബൈറ്റ് ഇറ്റ്. പാവം. എന്നെ നാട് കടത്താനാണ് ഉദ്ദേശമെങ്കിൽ യു പ്രൊസീഡ് വിത്ത് ദാറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ വിഗ്രഹമെടുത്ത് മനസ്സിൽ വെച്ച് സിന്ദാബാദ് വിളിച്ചു പോയിട്ടുള്ളവർ ഒരുപാട് വേദനിക്കും സർ. ഇന്ന് അങ്ങയുടെ നേർക്കൊരു ചെറുവിരൽ പോലും ചൂണ്ടാൻ മടിക്കുന്ന ഇന്നാട്ടിലെ ജനങ്ങൾ നാളെ ഈ തിരുനെട്ടിയിൽ കൊത്തിവെക്കാൻ അങ്ങേക്ക് പുതിയൊരു സ്ഥാനപ്പേര് കണ്ടുപിടിച്ച് കൽപ്പിച്ചു തരും സർ. കള്ളനെന്നല്ല, കള്ളനെ കഞ്ഞി വെച്ചവൻ എന്ന്. അന്ന് പെരുവഴിയിൽ വെച്ച് ഉടുമുണ്ടുരിഞ്ഞു പോയവന്റെ ഗതികേടുണ്ടാവും സാർ അങ്ങേക്ക്. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അരേ വാ 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 വാ. What a bombastic explosion! Such a terrific discourse! മുൻപിൽ ഒരു മൈക്കും മൈതാനവും പുരുഷാരവും കൂടി വേണ്ടിയിരുന്നു ജോസഫ്. You could have scored them. Scored like hell. അയ്യോ, മുഖ്യമന്ത്രിയുമായൊരു മുഖതാവിന് മുൻകൂർ അനുവാദം വാങ്ങിയിരുന്നു സാർ. ആഹാ, കണ്ടോ കണ്ടോ, ആ മൂക്കിന് താഴെ മൗനം കിടന്ന് തിളയ്ക്കുന്നു. കഷ്ടം. ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ക്ഷോഭിക്കല്ല സാർ വേണ്ടത്. ഇയാളെപ്പോലുള്ളവരേതാ ഇങ്ങനെ തോളത്ത് തട്ടി അനുമോദിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഈ കളക്ടറുടെ കുപ്പായം അഴിച്ചു ഒപ്പിച്ചിട്ട് പിടിച്ച് പാർട്ടി ടിക്കറ്റും കൊടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പ് എടുത്ത് ജയിപ്പിച്ചെടുക്കണം. പറ്റിയ മന്ത്രിയാക്കണം. അതോടെ തീരും പിഴച്ചോളും. നട്ടലുള്ളവൻ നാറിയാ പിന്നെ പരമ നാറിയാ സാറേ. ഈ ജനിസിലൊരുത്തൻ കോന്തം കൊല്ലത്ത് പോയതുപോലെ കേന്ദ്രമന്ത്രിയായിട്ട് ഒരാളിരുന്നില്ലേ, അതുപോലെ അല്ലേ തേവള്ളിപ്പറമ്പൻ? ഇവറ്റകളോടൊന്നും വായിട്ടടിച്ചിട്ട് കാര്യമില്ലടൂ. നാട് നന്നാവില്ല. പക്ഷേ ഒന്ന് മനസ്സ് വെച്ചാ മതി, താൻ നന്നാവും. കണ്ടില്ലേ, എനിക്ക് ഇദ്ദേഹത്തെ പോലെ കപടമൊന്നുമില്ല. ഫോർ മീ പൊളിറ്റിക്സ് മീൻസ് പവർ ആൻഡ് പവർ മീൻസ് ബിസിനസ്. Correct. And now you have dared to challenge both my power and my business.
പക്ഷേ എടോ, ആദർശവും അധികാരവും പ്രതിപക്ഷത്തിന് അടിയറ വെച്ച് ഇയാളും സംഘവും ഇക്കുറി ഇറങ്ങിപ്പോയി കഴിയുമ്പോ ഐ വിൽ ഗ്രാബ് കമാൻഡ്സ്. ഭരണം പോയാ പിന്നെ ഖദറിന് കഞ്ഞു പിഴിയാനുള്ള ശേഷി പോലും ബാക്കിയില്ലാണ്ടാവുന്ന എന്റെ പാർട്ടിയിലെ എംബോക്കിയറുണ്ടല്ലോ, അവരെ മുഴുവൻ ഞാൻ കാറും ബാറും പൂത്ത കാശും കൊടുത്ത് തിരിച്ചെടുക്കും. ഉണ്ണുന്ന ചോറിന് നന്ദി കാണിക്കാൻ പഠിച്ച പട്ടികൾ ഒരുപാടൊന്നുമില്ലാത്ത എന്റെ പാർട്ടിയില് ഐ വിൽ എമർജ് ആസ് ദി ഓംനിപോട്ടന്റ്, പാർട്ടിയിലെ സർവശക്തൻ. സോ ബി ദേർ, ഐ വിൽ വാണ്ട് യു. അന്ന് ഈ രാജ്യത്തെ ഏത് കേറി പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടിപ്പിടിക്കും. ശിക്ഷിക്കാനല്ല, പരിരക്ഷിക്കാൻ. ദ മോസ്റ്റ് ബെല്ലിജറന്റ് ഓഫീസർ അറൗണ്ട്, എന്നും എപ്പോഴും യുദ്ധസന്നദ്ധൻ. ഐ വിൽ ലിഫ്റ്റ് യു. എന്റെ മുകളിലേക്കല്ല, എന്റെ തോളപ്പുമല്ല, ബിനീത് മീ. എന്റെ കസേര ചുവട്ടിൽ എന്നെ അനുസരിച്ച് നീ ഉണ്ടാവണം, ഉണ്ടാവും. ആസ് മൈ പേഴ്സണൽ സെക്രട്ടറി ഇൻ ഡൽഹി. വെയിറ്റ് അണ്ടിൽ ദെൻ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് യെസ്, ഐ വിൽ ഒബ്ലൈജ്. ഡൽഹിയിലെ പരമപദത്തിലേക്ക് ചുവട് വെച്ച് കയറും മുമ്പ് ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പേരിൽ നിന്നെ തളയ്ക്കാൻ എനിക്ക് കഴിയാതെ പോയാൽ പിന്നെ നിന്റെ കസേര ചുവട്ടിൽ ഞാൻ ഉണ്ടാവും, നിന്റെ വിധേയനായിട്ട്, നിന്റെ ഭൃത്യനായിട്ട്. or as your most obedient dog. You can keep my word for that. And mind you, it is as simple as that. കോർപ്പഡയുടെ കീപ്പിന്റെ ബർത്ത്ഡേ പാർട്ടിയാ, 9th August 1987. അടിച്ച് കോങ്കിയായിട്ട് ഈ മോഡലുവിന്റെ നെഞ്ചത്തോട്ടമെന്ന് കയറാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ ഗോസിപ്പ് കോളത്തിന് ഇങ്ങനെ ഒരു ഹോട്ട് കവറേജ് വരില്ലായിരുന്നു. That's sheer coincidence and luck. അല്ലേ? അപ്പോ കോർപ്പറേറ്റ് രഹസ്യങ്ങൾ ചോർത്താൻ മാത്രമല്ല, ഇതുപോലെയുള്ള തറവേലകൾക്കും പറ്റും നിന്റെ ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഔട്ട്ഫിറ്റ്. കമാ. പിന്നെ എന്തൊക്കെയാണ് ടിപ്സ് ഫ്രം യുവർ ബോംബെ ഓഫീസ്? ടെൽ മീ. और ये है विक्रम परमानंद खोरपड़े. ഇതവന്റെ ജീവചരിത്രം. 15ാമത്തെ വയസ്സിലാണ് ഇപ്പോ ഇവൻ ആദ്യം അകത്ത് പോകുന്നത്. വെറും 1000 രൂപ കൂലിക്ക് ഒരു ടെക്സ്റ്റൈൽ യൂണിയൻ ലീഡറിനെ പുറകിൽ നിന്ന് കുത്തി മലർത്തിയതിന്. ഇത് ഫെറ വയലേഷൻ കേസ് 1989. അന്ന് പക്ഷേ കോടതി മുറിക്കകത്ത് ജഡ്ജി അടക്കം സകലവനെ വെടിവെച്ചിട്ടിട്ട് ഇവനെ രക്ഷപ്പെടുത്തി കളഞ്ഞു. സമീർ പട്ടേലിന്റെ ആൾക്കാർ. Then who is this beggar? ഇവൻ അനന്തശങ്കർ അയ്യർ, വിക്രമിന്റെ ഫസ്റ്റ് ഹെഞ്ച്മാൻ. മലയാളിയാ, നല്ല ഒറിജിനൽ പാലക്കാട് പട്ടർ. പക്ഷേ കയ്യിലിരിപ്പ് മുഴുവൻ നോൺ വെജിറ്റേറിയനാ. വാണ്ടഡ് ബൈ IB ആൻഡ് ബോംബെ പോലീസ്. 93 കൗണ്ടർ റൈഡ്സിൽ ഭയങ്കര ചേരി ഇവിടെ ഒറ്റയ്ക്ക് ബോംബ് വെച്ച് പൊട്ടിച്ച് തകർത്ത് കളഞ്ഞു. പിന്നെതാ ഇതിവന്റെ ഹസ്തരേഖാശാസ്ത്രം. Testify? യെസ് ജോസഫ്, മധുവിന്റെ എന്റെ അനിയന്റെ മരണത്തിന് പിന്നിൽ ഇവനാണ്. സോ ആദ്യം ഇവൻ, പിന്നെ വിക്രം, കമ്മീഷണർ ശങ്കർ, അത് കഴിഞ്ഞാൽ MP ജയകൃഷ്ണൻ. സർ, ഷാൽ വി? യെസ്. പക്ഷേ അവരിലേക്കെല്ലാം എത്താൻ നമുക്കൊരു ഷോർട്ട് കട്ട് വേണം. ദാറ്റ് കുഡ് ബി ദാ ഇവൻ. ടു മേക്ക് എ ഡെന്റ്. യെസ്, ഇബ്രാഹിം ജലാൽ.
Mr. Ibrahim Jalal? Hi. Hello. I'm Gopika. Gopika Menon. അത് നമ്മള് തമ്മിൽ പരിചയമൊന്നുമില്ല. ബട്ട് നാളെ ഈ രാജ്യം ഭരിക്കാനുള്ള ആൾക്കാരല്ലേ നിങ്ങളൊക്കെ? സോ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. ടു ബി ഫ്രാങ്ക്, ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. യു മീൻ? ഈവൻ ലാസ്റ്റ് വീക്ക് ഐ സോ യു MP ജയകിഷിന്റെ ഒപ്പം എയർപോർട്ടില്. ഓ യു ഓൺ ദിസ് ഹോട്ടൽ? ഇല്ലില്ല, MPD ആണ് ഹോട്ടൽ. ഞാൻ വെറും ഡയറക്ടറാ. ഓ ഗോഡ്, ദാറ്റ്സ് ടു അൺഅസ്യൂമിങ്. നിങ്ങൾ ആരാണെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഗോപിക, ഗോപിക മേനോൻ. പിന്നെന്താ ഇവിടെ എന്താണെന്നല്ലേ? പാർലറിൽ പോയിട്ട് തിരിച്ചു വന്നതാ. നോക്കിയപ്പോ മൈ കാർ ഇസ് ഡെഡ്. ഡാം ഇറ്റ്. സോറി ട്ടോ. അല്ല മിസ് ഗോപിക, എവിടെയാണ് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓ പ്ലീസ് നോ, വെറുതെ ബുദ്ധിമുട്ടാവും. ലിഫ്റ്റ് ചോദിക്കാനൊന്നും അല്ല ഞാൻ. റൈറ്റ്, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. അയ്യോ പ്ലീസ് പ്ലീസ് ഡോണ്ട് സേ നോ. യെസ്. താങ്ക് യു. ഗെറ്റ് ഇൻസൈഡ്. നല്ല കീറ് വണ്ടി കേട്ടോ, അടിപൊളി. പിന്നെ എന്ത് ചെയ്യുന്നു ഗോപിക? വാറ്റ്? വാറ്റില്ലേ, വാറ്റ്, ചാരായം. ലുക്ക്, വി ആർ ഇൻ ദ ബൂസ് ലൈൻ. അച്ഛനെ കേട്ട് കാണും, KS മേനോൻ, ബാംഗ്ലൂരിലെ മലയാളി ലിക്കർ ബാരൻ, KSR ഗ്രൂപ്പ്സ് ഡിസ്ലറീസ്. ഇവിടെ മുത്തശ്ശിക്ക് സുഖമില്ലെന്നറിഞ്ഞ് വന്നതാ. തറവാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ അങ്കിളിന്റെ കാറും എടുത്ത് വെളിയിൽ ചാടിയതാ ഞാൻ. ജസ്റ്റ് ഫ്രീക്ക് ഔട്ട്. ബാംഗ്ലൂരിലാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയുന്നല്ലേ? റീക്ക് ഞാൻ പഠിച്ചത് ഇവിടെയാ. അപ്പൊ കണ്ടിട്ടുണ്ട് കോളേജിലെ സമരത്തിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെത്തി ഷൈൻ ചെയ്ത്. ഓ ഗോഡ്, ഇങ്ങനെ ചിരിക്കല്ലേ പ്ലീസ്. ആ, ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഒരു 20 minutes ഡ്രൈവ്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ യു കൻ ഡ്രോപ്പ് മീ ദേർ. ഓ ഷുവർ. പിന്നെ ഇഫ് യു ആർ നോ ഹറി, നമുക്കിവിടെ വെറുതെ സംസാരിച്ചിരിക്കാം. ശല്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല അവിടെ. റിമോട്ട് പ്ലേസ്.